മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ക്യാപ്റ്റൻ ജോയ്. ഇന്നത്തെ താരം മിസ്റ്റർ ഷാജൻ സ്കറിയയാണല്ലോ. മറുനാടൻ മലയാളി എന്ന വാർത്താ ചാനലിലൂടെ പ്രശസ്തി ആർജിച്ച ഒരു പത്രപ്രവർത്തകനാണ് ഷാജൻ സ്കറിയ. അദ്ദേഹത്തെ ഇന്നലെ രാത്രിയിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി. അതിനെ അറസ്റ്റെന്ന് പറയാൻ സാധിക്കില്ല. അറസ്റ്റ് എന്ന് പറയുന്ന ഒരു നിയമസാധ്യതയുള്ള ലീഗൽ ഫോർമാലിറ്റീസാണ്. അപ്പം ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ള ഒരു നടപടിക്രമങ്ങളും പോലീസ് പാലിച്ചില്ല. എന്താ കേസ്, ആരാണ് കംപ്ലൈനൻ്റ്, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാവുന്നതാണ്. അത് അർദ്ധരാത്രിക്ക്. ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിച്ചത് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി 1975 പ്രഖ്യാപിച്ചു കഴിഞ്ഞ് രാഷ്ട്രീയ എതിരാളികളെയും ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവരെയും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള എല്ലാ നായകന്മാരെയും ഇതുപോലെ രാത്രിയിൽ വന്ന് വാതിലിൽ മുട്ടുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് വീട്ടുകാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അതേ സിറ്റുവേഷനിലാണ് ഇന്നിപ്പം നമ്മുടെ കേരളം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോഴെന്നല്ല, കഴിഞ്ഞ 8 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. എന്നിട്ടിവിടെ പ്രതികരിക്കാൻ ഒരു സാമൂഹിക പ്രവർത്തകരും ഇല്ല. എല്ലാവർക്കും അവരുടെ ശത്രു എന്ന് പറയുന്ന അവരുടെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. എന്നുവെച്ചാൽ കോമ്പറ്റീഷൻ അവിടെയാണല്ലോ വരുന്നത്. ഈ കോമ്പറ്റീഷൻ ഉള്ളിടത്ത് ഇപ്പോൾ മറ്റുള്ള ജേർണലിസ്റ്റുകൾക്ക് അല്ലെ പത്രപ്രവർത്തകർക്കെല്ലാം വേറൊരു പത്രപ്രവർത്തകൻ അങ്ങനെ മുന്നോട്ട് അടിവെച്ച് പോകുന്ന കാണുമ്പോൾ സഹിക്കത്തില്ല. അപ്പം അവനെ ഒതുക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നു അവർക്കെല്ലാം കൂട്ടുനിൽക്കും. ഇതിനായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത്. ഇപ്പൊ ഹിറ്റ്ലറിന്റെ ജർമ്മനി കഴിഞ്ഞ 75 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് തൊട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ്. 1930 തൊട്ട് എടുക്കുകയാണെങ്കിൽ റഷ്യയിലെ സ്റ്റാലിൻ, ചൈനയിലെ മാവോ സേതുങ്, കംബോഡിയയിലെ പോൾപോട്ട്, ഇറാഖിലെ സാദാം ഹുസൈൻ, ഇവരൊക്കെ പേരെടുത്ത ഏകാധിപതികളും സ്വച്ഛാധിപതികളുമായിരുന്നു. അവരുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ തന്നെയായിരുന്നു. അർദ്ധരാത്രി വന്ന് എതിർപക്ഷത്തുള്ളവരെ പിടിച്ചുകൊണ്ട് പോകും. അതിന് അറസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഗുണ്ടകളെ പോലെ വന്നിട്ട് തട്ടിക്കൊണ്ടു പോവുക. അതാണ് നമ്മുടെ ഷാജൻ സ്കറിയ ചെയ്തത് മറുനാടനിൽ. ഷാജൻ സ്കറിയ ഓരോ ഒറ്റയാൻ പോരാളിയാണെന്നും പറയാം. കേരളത്തിലെ ഒരൊറ്റ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട്, അച്ചടി മാധ്യമങ്ങൾ, ഒരു തെമ്മാടിത്തരം കാണിക്കുന്നവരെ, അതായത് ഫ്രോഡ്, തട്ടിപ്പ്, വഞ്ചന, ഇങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും, അത് 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ പണമായിട്ട് തട്ടിപ്പായിട്ട്, റിക്രൂട്ട്മെന്റ് തട്ടിപ്പ്, സ്വർണത്തിന് നേരത്തെ ബുക്കിംഗ് പൈസ മേടിച്ചുള്ള തട്ടിപ്പ്, പിന്നെ അല്ലാതെ വണ്ടിപ്പലിശ തട്ടിപ്പ്, ഇങ്ങനെയുള്ള 100 കണക്കിന് തേക്ക് കൃഷി തട്ടിപ്പ്, ആട് കൃഷി തട്ടിപ്പ്, ഇങ്ങനെ 100 കണക്കിന് തട്ടിപ്പുകാർ നടത്തുന്നവരുടെ ഈ തട്ടിപ്പിനെ പറ്റി ഒരു വാർത്തയും കൊടുക്കില്ല. ഞാനൊരു 10-30 കൊല്ലം മുമ്പൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഈ പത്രങ്ങൾക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്ന തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് രേഖാമൂലം. ആരും പബ്ലിഷ് ചെയ്യത്തില്ല. അപ്പോൾ കാരണം എന്താണെന്ന് അന്നറിയത്തില്ല. ഈ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന തട്ടിപ്പ് അവർ വേണ്ടത്. ഇപ്പം ഈ യൂട്യൂബ് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് യൂട്യൂബ് വന്ന പിന്നെ ധാരാളം പേര് വാർത്തകളുമായിട്ട് ഇതിലോട്ട് വരികയും അതിൽ ആദ്യം തന്നെ സത്യം വിളിച്ചു പറയുന്ന ഒരു ചാനലാണ് മറുനാടൻ മലയാളി. മറുനാടൻ മലയാളിക്ക് എന്ത് പരാതി കിട്ടിയാലും പുള്ളിക്കാരൻ അതിനെപ്പറ്റി വിശദമായി അന്വേഷണം നടത്തി അതിൻ്റെ രേഖകളെല്ലാം കൈവശമാക്കി കഴിഞ്ഞിട്ടേ ആ വാർത്ത പ്രസിദ്ധീകരിക്കാറുള്ളൂ. അപ്പം മറുനാടൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സത്യമാണെന്നുള്ളത്. അല്ല ഒരു നുണക്കഥ ഉണ്ടാക്കി അദ്ദേഹം പറയുമായിരുന്നെങ്കിൽ പണ്ടേ അയാൾ ജയിലിൽ കിടന്നേനെ. ഈ സത്യമായതുകൊണ്ട് പുള്ളിക്കാരൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പോലീസിന് പറ്റുന്നില്ല. ഇന്ന് പറയുന്നതെല്ലാം സത്യം, അതിൻ്റെ രേഖയുണ്ട്. പിന്നെ ഹരാസ് ചെയ്യുന്ന കാര്യമാണല്ലോ ഈ പോലീസിൻ്റെ ഉദ്ദേശം. ഈ രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണാധികാരികളുടെ ഉദ്ദേശം സത്യം വിളിച്ചു പറയുന്നവരെ സൈലൻ്റ് ആക്കുക. നമ്മുടെ ക്രൈം വാരിക നന്ദകുമാറിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് സത്യമാണ്. അപ്പം അത് വെളിച്ചത്ത് വന്നു കഴിഞ്ഞാൽ നാണക്കേടുണ്ടാവുന്നവരുണ്ട്.
അപ്പോൾ അവർക്ക് പിന്നെ ഒതുക്കാൻ നോക്കിയിട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പിന്നെ പിടിച്ച് ജയിലിലിടുക. ഒരു 10 കൊല്ലം മുമ്പ് ശോഭന ജോർജിൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചായിരുന്നു ജയിലിൽ. ഈ കുറ്റവാളികൾ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സാക്ഷികളെ എന്തിനാ സ്വാധീനിക്കുന്നത്? അവരുടെ കുറ്റകൃത്യം തെളിയരുത്. അത് കണ്ട് അവർ പറഞ്ഞാലേ അത് തെളിയത്തുള്ളൂ. അപ്പം അവരെ സ്വാധീനിക്കുക, ആദ്യം പണം കൊടുത്ത് സ്വാധീനിക്കാൻ നോക്കും. പണം വാങ്ങാത്തവരാണ് ഭീഷണിപ്പെടുത്തും. ഇനി ഭീഷണിപ്പെടുത്തിയിട്ട് രക്ഷയില്ലെങ്കിൽ അവരെ വകവരുത്തും, കൊന്നുകളയും. അങ്ങനെയോ ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. 3 വർഷം മുമ്പ് ഭാരത് ലൈവ് എന്നും പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ. ഒരു തീപ്പൊരി ജേർണലിസ്റ്റ് മിസ്റ്റർ SV പ്രദീപ് ആയിരുന്നു എൻ്റെ എഡിറ്റർ. തീപ്പൊരിയായിട്ട് അത് പിണറായി വിജയനെയും ബാക്കിയുള്ള അഴിമതികളും എല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു യൂട്യൂബറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിലോട്ട് പോയ വഴിക്ക് തിരുവനന്തപുരത്ത് ഒരു ടിപ്പർ ലോറി പുറകെ പോയി പിടിച്ച് വീഴ്ചിട്ടങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ കൈവശം സെൻസിറ്റീവായ കുറേ തിരിമറികളുടെ രേഖകൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്. സ്വാധീനം കൊണ്ടും പണം കൊണ്ടും ഭീഷണി കൊണ്ടും തിരുത്താത്തവരെ, തിരുത്താത്ത സാക്ഷികളെ, തിരുത്താത്ത തെളിവുകൾ കൊണ്ടു നടക്കുന്ന ആളുകളെ വകവരുത്തി. അതുതന്നെയാണ് ഇതേപോലുള്ള വാർത്ത കൊടുക്കുന്നവർക്ക്. സത്യം വിളിച്ചു പറയുന്നവരെ എങ്ങനെയും വായടപ്പിക്കുക. ഈ സത്യം പുറത്തു വന്നാലല്ലേ അവരെപ്പറ്റി, അവരുടെ അകൃത്യങ്ങൾ, തിന്മപ്രവൃത്തികളൊക്കെ പുറത്തു വരത്തുള്ളൂ. അപ്പോൾ ഈ മറുനാടൻ ഷാജൻ ഏറ്റവും ശക്തമായിട്ട് പുറത്തു കൊണ്ടുവന്നാണ് അൻവറിൻ്റെ പല പ്രവൃത്തികളും. പുനലൂർ അയാൾക്ക് അവിടെ ഒരു വാട്ടർ തീം പാർക്കെല്ലാം ഉണ്ട്. അത് അനധികൃതമായിട്ട് കൈവശപ്പെടുത്തിയ ഭൂമിയിലാണെന്ന് പുള്ളിക്കാരൻ തെളിയിച്ചതാണ്. അപ്പം അൻവറിനെ കൊണ്ട് അത് കാലിയാക്കി അത് വെക്കേറ്റ് ചെയ്യിക്കാൻ ഇതുവരെ സർക്കാരിന് പറ്റിയിട്ടില്ല. പിന്നെ അൻവറിൻ്റെ സ്വർണ്ണക്കടത്തുകൾ, സ്വർണ്ണ കൃഷികൾ, സ്വർണ്ണ ഖനികൾ, പിന്നെ അൽ മുക്താർ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ വ്യാപാരി, അയാൾ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വർണ്ണക്കട തുടങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ഡിപ്പോസിറ്റ് വാങ്ങും. മക്കളുടെ കല്യാണം വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് അന്ന് തരാവുന്നുണ്ട്. ആ തട്ടിപ്പ് ആദ്യമായിട്ടും കേരളത്തിൽ പുറത്തു കൊണ്ടുവന്ന മറുനാടൻ ഷാജന. അപ്പം അന്ന് തൊട്ടേ ഈ വ്യാപാരി, സ്വർണ്ണ വ്യാപാരിയുടെ ശിങ്കിടികൾ ഷാജനെതിരെ അനുദിനം വാർത്തകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷിഹാബ് ഷാ എന്നും പറഞ്ഞ് ദുബായിലിരുന്നു കൊണ്ടൊരു വേറൊരു വൻ തട്ടിപ്പുകാരൻ. അയാൾ വയനാട് വൈത്തിരിയിൽ ഒരു റിസോർട്ടൊക്കെ പണിയെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മോഡൽ ഫ്ലാറ്റുകളുടെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കോടികൾ സമ്പാദിച്ചു. പക്ഷേ ഇതുവരെ ഫ്ലാറ്റുകളൊന്നും വന്നില്ല. അപ്പം അയാളെ പറ്റിയുള്ള വാർത്തയും കൊണ്ടുവന്നു. അയാൾ ദുബായ് ജയിലിൽ കിടന്ന കാര്യം പോലും ഷാജനാണ് കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് ജയിലിലല്ലാന്ന് സ്ഥാപിക്കാനായിട്ട് പഠിച്ച പണി 18 നോക്കി, എന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ അവർ തന്നെ സമ്മതിച്ചു, ജയിൽ മോചിതനായി. ജയിൽ മോചിതനായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജയിലിലായിരുന്നു എന്നാണ്. ഷിഹാബ് ഷായുടെ ഒരു മാനേജർ, ഒരു സ്ത്രീയുണ്ട്, മാഹിക്കാരി. അപ്പം പുള്ളിക്കാരിയുടെ പരാതി ആയിരിക്കുമെന്നാണ് ഒരു ഊഹം ഉണ്ടെന്നാണ് ഷാജസ്കറിയ പറയുന്നത്. പുള്ളിക്കാരി അപമാനിച്ചെന്ന്, അതായത് ഈ പുള്ളിക്കാരി കാണിച്ച കള്ളത്തരത്തിനും കൊള്ളരുതായ്മയ്ക്കും കേസ് ദുബായിലുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ കാര്യമാണ് വിളിച്ച് പറയുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയുന്നതാണല്ലോ നമ്മുടെ നാട്ടിൽ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക. നുണയല്ലല്ലോ അത്. നുണയല്ലാത്ത ഏത് കാര്യവും നടക്കുന്നത് മറ്റുള്ളവരെ അറിയിക്കാമല്ലോ. അങ്ങനെ പറഞ്ഞതിനാണ് ഈ കേസ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ മിക്കവാറും അൻവർ കാണണം. ഈ പരാതി കൊടുത്തതും ഷിഹാബ് ഷായും DGPയും അറസ്റ്റ് ചെയ്യാൻ പോയ ഇൻസ്പെക്ടർ എല്ലാം മുസ്ലിങ്ങളാണ്. അപ്പോൾ ഒരു മുസ്ലിം പ്ലോട്ടാണോ ഇതെന്ന് പോലും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം, പുനലൂര് ഇലക്ഷൻ വരിക, അൻവർ കോൺഗ്രസ് പക്ഷത്തോട്ട് അല്ലെങ്കിൽ CPM-നെതിരായിട്ട് പടപ്പുറപ്പാടിന് പോയത്
ഷാജസ്കറിയനെ അറസ്റ്റ് ചെയ്യാഞ്ഞിട്ടാണെന്ന് നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം. അപ്പോൾ ഷാജസ്കറിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കാണിച്ച അൻവർ മിക്കവാറും തിരിച്ചിങ്ങോട്ട് പോരും. അതാണ് ഇതിൻ്റെ അകത്ത് ഹിഡൻ അജണ്ട. അൻവറിനെ പുനലൂർ ഇലക്ഷനിൽ, ബൈ ഇലക്ഷനിൽ CPM പക്ഷത്താക്കണം. അതിനുള്ള തിരുപ്പുറപ്പാടായിരുന്നു ഈ രാത്രി കയ്യേറി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്. ഷാജസ്കറിക്ക് വേറൊരു കുഴപ്പമുള്ളത്, എന്തിനും ഏതിനും അയാൾ പിണറായിയെ കുറ്റം പറയും. ഒരു ഇല മുള്ള വീണാലും ഇലയിൽ വീണാലും പിണറായിക്കാ കുറ്റം. അങ്ങനെ എല്ലാ കാര്യവും മുഖ്യമന്ത്രി അറിയണമെന്നുണ്ടോ? മന്ത്രി അറിയണമെന്നുണ്ടോ രാജ്യത്ത് നടക്കുന്നു? 10,000കണക്കിന് കാര്യങ്ങളൊരു ഗവൺമെൻറ് ഇതിലൊരു സംസ്ഥാനത്ത് നടക്കും. അത് 10,000 എണ്ണവും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാകണമെന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും മുഖ്യമന്ത്രിയെ ചീത്ത പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. തെറ്റ് ഇപ്പം എവിടെയുണ്ടോ അത് ചൂണ്ടിക്കാണിക്കുക. അതിനെല്ലാം ഉത്തരവാദി പിണറായി ആണെന്ന് അഹോരാത്രം കിടന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല, രാവും പകലും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.